കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ അട്ലേഡ് 24-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനത്തെ മത്സരിക്കുന്ന ജിജിയും അവരുടെ അനുയായികളുമാണ് നമ്മളിപ്പോൾ ചേരുന്നത്. അപ്പം റഷീദ് കങ്ങളും പോക്കർക്ക് കുറേ ആരോപണങ്ങൾ കഴിഞ്ഞ കൗൺസിലർക്കെതിരെ ഉന്നയിച്ചിരുന്നല്ലോ. അദ്ദേഹം കഴിഞ്ഞ ദിവസം അതൊക്കെ ഖണ്ഡിക്കുന്ന രീതിയിൽ മറുപടിയും പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇതിന് തിരിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഞങ്ങളെ ചിഹ്നം കിട്ടിയ സന്തോഷത്തിലാണ്. ഞങ്ങളെ ചിഹ്നം കാറാണ്. ആ കാറിന് വോട്ടുകൾ ചെയ്ത് എല്ലാവരും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യമായിട്ട്. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മളെ വാർഡിൻ്റെ കാര്യമാണ്. വാർഡിൻ്റെ കാര്യം വളരെ ദയനീയമാണ്. ഞങ്ങൾ ഈ പാതിരാക്കും ഓരോ സ്ഥലത്ത് കയറിയിട്ട് വോട്ട് ചോദിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം, ഇങ്ങനെ ഒരു ആൾക്കാർ മുന്നിട്ടിറങ്ങിയാൽ ഈ നാട് നന്നാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. വാക്കുകൾ മാത്രമല്ല, നമ്മളോട് പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾ ചെറുപ്പക്കാർ വേണം ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഈ വാർഡിലേക്കുള്ള എന്തെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടാനുള്ള കൊണ്ടുവരാൻ. ഈ നമ്മളെ കൗൺസിലർ ഇപ്പോഴത്തെ കൗൺസിലർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, UDFന്റെ ഭരണമായതുകൊണ്ട് ഈ 24-ാം വാർഡിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞേ. അതിനുള്ള മറുപടി UDF കൊടുത്തോട്ടെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് വർക്കിന് പോകുമ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടതുവശവും വലതുവശവും ഒന്നിച്ചു നിന്ന് ഞങ്ങളെ തകർക്കാനുള്ള പരിപാടിയാണ്. ഓലിപ്പോ ഒറ്റ സെറ്റായിട്ട് മുന്നോട്ട് നീങ്ങുക അല്ല. ഇതിന്റെ പിന്നിൽ പിന്നെ ഷബീർ ബാബു പറഞ്ഞ് പിന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിന്റെ ഒപ്പരം നിൽക്കുന്ന ജനങ്ങളെ ആവശ്യം. എന്താന്ന് വെച്ചാൽ, ഓന്റെ തൊള്ളേന്ന് തന്നെ വീണ് കഴിഞ്ഞ് ഇവിടെ ഒരു വികസനവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഓൻ തെളിയിച്ചു കഴിഞ്ഞ്. ഓൻ പറഞ്ഞ കാര്യം, ഈ റോഡ് നിങ്ങളൊന്ന് നടന്നു നോക്കണമെന്ന്. ഏതൊരു സിനിമ ഉണ്ടായിന് 2020, അതിലൊരു മന്ത്രി പറഞ്ഞ്, ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് കുണ്ടും കുഴിയില്ലാന്ന്. മൂപ്പര് ചെയ്ത് ട്രെയിനിലാ, ഞങ്ങൾ ചെയ്യണ റോട്ടുമ്മ കൂടെ. അത്രയ്ക്ക് ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത കൗൺസിലർ പിന്നി ഇവിടെയുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ഇവിടെയുള്ള നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടിറങ്ങിയിട്ട് ഈ വാർഡ് വിട്ടുകൊടുക്കൂലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് ഓരോ ഭാഗത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ടുകൾ നിങ്ങൾ തളരരുത്. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും ആ കോശിപ്പൊന്നും കേട്ട് തളരരുത് എന്ന് പറഞ്ഞേ. ഞങ്ങൾ പിന്നെ ഓൻ പറഞ്ഞൊരു കാര്യം, കേസെടുത്ത് നിയമപരമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ പറഞ്ഞ കാര്യം മുൻ കൗൺസിലർ ഇപ്പത്തെ കൗൺസിലറാണ് ഷബീർ ബാബു. പിന്നെ ഓ മുന്നോട്ട് പോയ അതിനുള്ള തെളിവ് നമ്മൾ എടുത്തിട്ട് അത് പോകും. പിന്നൊരു കാര്യം, ഇങ്ങനത്തെ ഭീഷണിയെല്ലാം പെടുത്തിയിട്ട് ഞങ്ങളെ ഇത്രയും ഈ ഇവിടുത്തെ ജനങ്ങളെ വീട്ടിലിരുത്താനുള്ള ഭാവമാണെങ്കിൽ, അങ്ങനത്തെ ഒരു ഭാവം ഇവർക്കോ ഇരു പാർട്ടികൾക്കും UDFനും LDFനും ഉണ്ടെങ്കിൽ, അതല്ല ഓല് വിചാരിച്ച എന്താ വെച്ചാൽ, നമ്മൾ ഇത് ഭീഷണി കേട്ടിട്ട് പുരയിലിരിക്കും, ചെറുതിനെ അവിടുന്ന് വിളിക്കും, ഇവിടുന്ന് വിളിക്കും, കേസാക്കും. അങ്ങനെ ഒരുപാട് ആള് പറഞ്ഞ് എന്റെ പേരിൽ കേസ് വരുന്ന്. അതിന് വേറെ ആളെ നോക്കേണ്ടി വരും. ഇത് നാട്ടുകാരുടെ പ്രശ്ന. എന്നോട് എന്താ പറഞ്ഞേ, അനക്ക് വേണ്ടിയിട്ട് കേസ് എടുക്കട്ടെ, അന്ന ജാമ്യത്തിലെടുക്കാൻ ഞങ്ങൾ വരും, ഇവിടെ ഉള്ള നാട്ടുകാർ വരും. എന്തിനാ ഈ പേടിക്കേണ്ട? പേടിക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ ഒരു വികസനം കൊടുത്തിട്ടില്ല, ഒരു വികസനം ഓൽക്ക് കൊണ്ടുവരാൻ പറ്റൂല. ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുക, ഞങ്ങൾ പറയുന്ന കാര്യം സത്യമല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുകയാണ് ഇവരോട്, രണ്ട് പാർട്ടിനോടും, നിങ്ങളെ സ്ഥാനാർത്ഥിന്റെ ഒരു ചെക്ക്, ഒപ്പരം നടക്കണോന്റെ ഓരോ ചെക്ക്, 500 റുപ്യന്റെ ഒരു പേപ്പറും വാങ്ങിയിട്ട് എഴുതി തരി. ഇവിടെ അടുത്ത പ്രാവശ്യം 5 വർഷം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടണ, എനപ്പിന്റെ അടുത്ത് നിന്ന് കിട്ടണ, MLAന്റെ അടുത്ത് നിന്ന് കിട്ടണ ഫണ്ട് ഞങ്ങൾ ഇവിടെ 1 ഉറുപ്പ്യ അല്ലാതെ ഇവിടെ ചെലവഴിക്കുന്നു. ഞങ്ങൾ തരും ഞങ്ങളെ ചെക്ക്, ഞങ്ങൾ കൊടുക്കുന്ന നാട്ടുകാർക്ക് കൊടുക്കുക ഞങ്ങളെ ചെക്ക്. ഞങ്ങളെ ജീവൻ വരെ ഈ നാടിനുള്ള. ഇവിടുത്തെ അവസ്ഥ ഈ റോഡൊന്നല്ല, ഈ റോഡോ മെയിൻ റോഡോ ഒന്നല്ല, കോളനി റോഡ്, ആ കുന്നുമക്കുള്ള റോഡെല്ലാം കിണറ് പോലെ എടുക്കണ്. പിന്നെ എന്ത് വികസനം നടത്തി? പിന്നെ ഇവന് ഒരു ഇത് പറഞ്ഞ്,
വെള്ളാരംകുന്ന് മുതൽ അവിടം വരെ മിനി ബൈപ്പാസ്. ഈ ബാത്റൂം പോലും കെട്ടിക്കൊടുക്കാൻ 4 അടി റോഡ് പോലും ഉണ്ടാക്കി കൊടുക്കാത്ത ഇവരാണോ മിനി ബൈപ്പാസ് ഉണ്ടാക്കുന്നത്? അതാണ് അതിനുള്ള മറുപടി. ജനങ്ങളെ കാര്യം ആദ്യം തീരുമാനിക്കട്ടെ, എന്നിട്ട് മതി മിനി ബൈപ്പാസ്. അല്ലാതെ 5 കൊല്ലം വരുമ്പോ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു അവസ്ഥയാണ് ബോട്ട് ചെയ്യാൻ. ആ ബോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവര് ചെയ്യണത് 5 ദിവസം ഇവര് നമ്മളെ വീടുകളിൽ കയറി ഇറങ്ങും. അത് കഴിഞ്ഞാൽ 5 കൊല്ലാണ് ഇവലപ്പുറം നമ്മൾ കയറി ഇറങ്ങണത്. കണ്ടാ മൈൻഡ് ചെയ്യൂല. ഞമ്മക്കാണ് ഇവര് റെസ്പെക്ട് തരേണ്ടത്. ബോട്ട് കൊടുക്കുന്ന ആൾക്കാർക്കാണ് റെസ്പെക്ട് തരേണ്ടത്. അല്ലാതെ ബോട്ട് അങ്ങോട്ട് വാങ്ങിയിട്ട് ഓല കോലം മാറി ഓല ആളാകെ മാറി. പിന്നെ നമ്മളെ കണ്ട ഇതാ കയ്യേറ്റൊരു വാഗ്ദാനം മാത്രമേ ഉള്ളൂ, ഇപ്പം വരുന്ന്. എന്നിട്ട് കാണില്ല 5 കൊല്ലം കഴിഞ്ഞിട്ടാ. ഇതെന്ത് നീതി അവിടെ കിട്ടണ്? നമ്മളത് പോട്ടെ, നമ്മളെല്ലാം അത്യാവശ്യം ചെറുപ്പക്കാരൻ, പ്രായമുള്ള നമ്മളെ ചേനമല മാത്ത് ഒരാള് മരിച്ചാൽ പോലും മയ്യത്ത് വരെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെയുള്ള ജനങ്ങൾ കരയുക. ഇത് ഇനി എന്നാ പോലും മനസ്സിലാക്കുക? 2 പാർട്ടി ഇപ്പൊ ഒറ്റക്കെട്ടായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ള സൂചന മൊത്തം പടർന്നപ്പോ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. ആരെയാണ് ഇവര് തോപ്പിക്കുന്നത്? സ്ഥാനാർത്ഥിനല്ല, ഈ 24-ാം വാർഡിലുള്ള ജനങ്ങളെയാണ് തോപ്പിക്കണ്, ജനങ്ങളെയാണ് വഞ്ചിക്കണ്. ഇങ്ങനത്തെ ആളെ പിന്നെ ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും? നമുക്ക് ഈ കാര്യത്തിൽ വളരെയധികം സങ്കടമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സജീർ ബാബു നിന്നപ്പോ എല്ലാരും ചോദിച്ച്, എല്ലാരും കണ്ണും ചിമ്പി വോട്ട് ചെയ്ത്. എന്തുകൊണ്ട് ചെയ്തതാ? ഇവൻ ഒരു ചെറുപ്പക്കാരനാണ്, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ടാ വോട്ട് ചെയ്തേ. അത് ചെയ്യാൻ പറ്റൂല എന്ന് ഓനെന്നെ തെളിയിച്ച് കഴിഞ്ഞ് പിന്നെ ഓനെ നമ്മൾ വിശ്വസിക്കണോ? ഇനി വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ മൊത്തം വിഡ്ഢികളാണെന്ന് ഈ പാർട്ടി എഴുതി തള്ളും. ഈ പാർട്ടിക്ക് ഇവിടെ ആര് ജയിച്ചാലും വേണ്ടില്ല, ആര് തോറ്റാലും വേണ്ടില്ല. ചക്കരക്കൊടുത്ത് കൈയിട്ട നക്കാതെ പോകൂല എന്ന് ഉറപ്പിച്ചിറങ്ങിക്ക. അതിന്റെ മത്ത് പിടിച്ചുപോയി. ഈ 24-ാം വാർഡില് നമ്മളെ ഒരു സഹോദരി പിന്നെ നമ്മളെ ഇടതുവശത്തിന്റെ സ്ഥാനാർത്ഥി ആശാ വർക്കറാ. ഞമ്മക്ക് ഓരോട് ബഹുമാനമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല് ഇവിടെ എന്താന്ന് വെച്ചാല് ഒരു ആശാ വർക്കര് അതിന്റെ വർക്ക് അത് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ സ്ഥാനാർത്ഥി ജയിച്ചാലും തോറ്റാലും ആശാ വർക്കറെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പുറതാ നമ്മളെ ടീച്ചർ എന്ന് പറഞ്ഞ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ ഗുരുസ്ഥാനം എന്ന് പറഞ്ഞ 3-ാം സ്ഥാനത്താ. അത് 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കും. ആ സ്ഥാനമൊന്നും ഞങ്ങൾ പിടിച്ചു വാങ്ങില്ല. ആശാ വർക്കറെ സ്ഥാനവും ഞങ്ങൾ പിടിച്ചു വാങ്ങില്ല. ഞങ്ങൾ ആരെ സ്ഥാനം പിടിച്ചേക്കില്ല. ഓലെല്ലാം സ്ഥാനം അവനാന്റെ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് അടുത്ത 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോ ജിജി എന്ന സ്ഥാനാർത്ഥി, നാട്ടുകാരുടെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടുകൂടി മുനിസിപ്പാലിറ്റിക്ക് എത്തുക തന്നെ ചെയ്യും. ഇവിടെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞ ഈ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഈ 2 ആളെ വിളിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ ഫയൽ കൊണ്ടുപോയി മുനിസിപ്പാലിറ്റിയിൽ വെക്കും. അവിടെ വെച്ചിട്ട് തരുന്നില്ല എന്ന് കണ്ട ഞങ്ങൾ ഈ നാട്ടുകാർ ഒന്നിച്ച് ഇറങ്ങി ചെന്ന് ഞങ്ങളെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെ മുന്നിലിരിക്കും. അതിന് ഈ പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ ഇടത് വലത് മുന്നണി ജയിച്ചു പോയി കഴിഞ്ഞാൽ ഇവലെ മൂക്കിന് കയറിട്ടിട്ട് ഈ കാലുമ കെട്ടിട്ടിക്ക ഓലെ കസാലിന്റെ കാലുമ ഓല് വലിക്കൂല. കയറ് വലിച്ച മൂക്ക് മുറിയാവും. അത് ഈ സ്ഥാനാർത്ഥിയൊക്കെ അറിയാം. അതുകൊണ്ട് ഒരു ഫണ്ടും ഇവിടെ കിട്ടൂല, കിട്ടിയതൊന്നും പറയൂല, അതിനാരും മെനക്കെടും വേണ്ട. നാട്ടുകാരിങ്ങനെ വിഡ്ഢികളായിട്ട് അടുത്ത ഇലക്ഷൻ വരും, വോട്ട് ചോദിക്കും, ഓല് പോകും. ഓരോ ഇലക്ഷൻ ചെയ്യാൻ പറ്റൂല എന്ന് 2 സ്ഥാനാർത്ഥികൾ തെളിയിച്ചു കഴിഞ്ഞ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ജിജിയുടെ വിജയമാണ് മുഖ്യം. അത് ഞങ്ങളെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ജിജിയുടെ വിജയത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത്. ഈ പ്രാവശ്യത്തെ വോട്ട് എല്ലാ നല്ലവരായ വോട്ടർമാരും, നമ്മളെ നാടിനെ സ്നേഹിക്കുന്ന വോട്ടർമാരും ഒരു വോട്ട് ചെയ്ത് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ എത്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പിന്നെ ഇടതുവശമായാലും വലതുവശമായാലും ആരൊക്കെ കുത്തി നിർത്തിയാലും, എന്തൊക്കെ പേമാരി പെയ്താലും, എന്തൊക്കെ സുനാമി അടിച്ചാലും
ഈ തോണി തുഴഞ്ഞ് ഞങ്ങൾ മുനിസിപ്പാലിറ്റി എത്തുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിന് നല്ല ചങ്കുറപ്പുള്ളോണ്ടാ ഇതിനിറങ്ങി പറപ്പിച്ചേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. കൽപ്പറ്റയിലെ STUവിന്റെ മുനിസിപ്പൽ സെക്രട്ടറിയും മുസ്ലിം ലീഗിലെ മുൻ നേതാവുമായിരുന്ന പോക്കർക്ക് നമ്മോടൊപ്പം ചേരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നതിന്റെ പേരിലാണല്ലോ താങ്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത്. അപ്പം അതിനെപ്പറ്റി എന്താ താങ്കൾക്ക് പറയാനുള്ളത്? അത് ഇപ്പം ഞാൻ എപ്പോഴും പാർട്ടിൻ്റെ ഒപ്പം തന്നെ നിന്നത്. ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാ. പാർട്ടിനേക്കായി എനിക്ക് വലുത് എൻ്റെ പൊതുജനങ്ങളാണ്. എൻ്റെ നാട്ടിലെ ജനങ്ങളാണ് എനിക്ക് വലുത്. പിന്നെ ഈ കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പഴയ CPM കാരനാ. 100 കണ്ടമാനം ജയിലിൽ കിടന്ന ആളാ. കേസിനെ പറഞ്ഞ് പേടിപ്പിക്കില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. അവരെടുത്ത് തെളിവുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നിട്ട് കേസിന് പോകണമെങ്കിൽ പോവുക. പിന്നെ അതിലൊരു റസീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. മുൻ കൗൺസിലർ എന്നാണ് പറഞ്ഞത്. മുൻ കൗൺസിലർ. ഇപ്പോഴും സമീർ ബാബു ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരെ കൗൺസിലറാണ്. അത് സമീർ ബാബു ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാനും ഇപ്പോൾ ചെയർമാൻ സീറ്റിൽ മത്സരിക്കുന്ന വിശ്വനാഥനുമായിട്ട് സംസാരിച്ചപ്പോൾ വിശ്വനാഥൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഫണ്ടില്ല, UDF ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല. അപ്പോൾ വിശ്വനാഥനോട് ഞാനൊരു ചോദ്യം ചോദിച്ചേ, UDF ഫണ്ട് തരൂല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ മത്സരിക്കുന്നത്. UDF ഇനി ഭരണത്തിൽ കയറിയാൽ നിങ്ങൾക്ക് ഫണ്ട് എന്നെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം രാജിവെക്കുമോ? ഇവിടെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയോ? UDF ആണ് ഭരണത്തിൽ കയറുന്നത് വെച്ചാൽ നിങ്ങൾ രാജിവെക്കുമോ എന്ന് ചോദിച്ചത് എന്താ കാരണം? അവരിപ്പോൾ പറയുന്നത് UDF ഭരിച്ചതിനെ കൊണ്ടാണ്, ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാത്തതിനെ കൊണ്ടാണ് ഇവിടെ വികസനം നടത്താത്തത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് എന്താണ്? ഞാൻ റോഡ് നന്നാക്കി തരാം, നിങ്ങൾക്ക് അടുക്കള കെട്ടിത്തരാം, അതൊക്കെ വാഗ്ദാനം കൊടുക്കും. അങ്ങനെ ഫണ്ട് കിട്ടൂല്ലെങ്കിൽ ആ സ്ഥാനം രാജിവെച്ച് വീട്ടിലിരിക്കണ്ടേ? ഈ പൈസക്ക് വേണ്ടി പോക്കല്ലാലോ. എല്ലാ കുറ്റവും ഇപ്പോൾ ഭരണസമിതിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവർ കൈ ഒഴിയുക, ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല. അത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുക. ജനങ്ങളെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് UDF ആണ് തരാത്തത്, ഭരണപക്ഷം തരാത്താണെന്ന് പറഞ്ഞിട്ട് വിഡ്ഢികളാക്കുക. 2, പിന്നെ എന്തൊരു വാഗ്ദാനം കൊടുത്താലും അത് നിറവേറ്റുന്നില്ല. ഇപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും വാഗ്ദാനത്തിൻ്റെ കളിയാണ്. ഞങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാനൊന്നേ ഉള്ളൂ. ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ജനങ്ങളൊപ്പം നിൽക്കും, ജനങ്ങളെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കും. ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങൾ പൂർണ്ണ വിശ്വാസം. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുന്നതാണ്. ജയിച്ചാലും ജയിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ജനങ്ങളൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് എന്നെ പുറത്താക്കും എന്ന് ഉറപ്പാണ്. അവർ നടപടിയെടുക്കും. എടുത്താലും ഈ മുനിസിപ്പാലിറ്റിയിലും ഈ അള്ളേഡിലെ ഓരോരോ ജനങ്ങളൊപ്പം ഓരോരോ ആൾക്കാരൊപ്പം ഞാനുണ്ടാവും. അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിൻ്റെ ഒപ്പം പങ്കാളിയായിട്ട് ഞാനുണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തും.